ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂണിക് സ്റ്റിച്ചിങ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ മെറ്റീരിയൽ ഈ കാണുന്നതാണ് ഒരു കോട്ടൺ ഫാബ്രിക്കിൽ ബ്ലാക്ക് കളറിൽ ഉള്ള പ്രിൻറ്റഡ് മെറ്റീരിയലാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് മെറ്റീരിയൽ. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഒരു കുർത്തി ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കിയുള്ള തുണി എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താലോ എന്ന് മനസ്സിൽ വന്നത്. അപ്പോൾ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസാണ്. പിന്നെ ഇത് ഫാബ്രിക് കുറച്ച് കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ സിസ്റ്ററിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എനിക്കിത് തികയില്ല, അവൾക്കേ തികയുള്ളൂ. കാരണം അവൾ മൂത്തതാണെങ്കിലൊക്കെ എന്നെക്കാളും മെലിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൾക്കേ ഇത് പറ്റുള്ളൂ. പിന്നെ അവൾ ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു ഒരു ഇങ്ങനത്തെ ടൈപ്പ് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത്. സോ അത് ഇതുകൊണ്ട് ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നെക്കിനുള്ള മാർക്കിങ്സ് ചെയ്തു. ഇത് ഞാനൊരു ഊഹത്തിനിട്ട മാർക്കിംഗ് കണ്ടു. എനിക്ക് അവളുടെ കറക്റ്റ് അളവൊന്നും അറിയില്ല. ഒന്നാമത് അവളിവിടെ ഇല്ല, അതാണ് മെയിൻ കാര്യം. അതിനുശേഷം നമ്മൾ പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ മാർക്കിങ്സൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്കിങ്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു ഇങ്ങനത്തെയുള്ള ബ്ലൗസിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡായിട്ട്. അതിൽ കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ പറയുന്നുണ്ട്. അത് പോയി കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അതിനുശേഷം നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കണ്ടോ, 2 പീസുകളുണ്ട്. ഇത് ജസ്റ്റ് ഇത് മടക്കിയിട്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ 2 സൈഡിൽ ഇതുപോലെയുള്ള പീസുകൾ വരും. ഇനി നമ്മളുടെ ബാക്ക് പീസ് എങ്ങനെയാണെന്ന് നോക്കാം. ബാക്ക് പീസിൽ പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻസ് ഒന്നുമില്ല, വെറുതെ ഒരു പീസ്. അതിനുശേഷം നെക്ക് കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമ്മൾക്ക് ഈ ഫ്രണ്ട് പീസിൽ നമ്മൾ കട്ട് ചെയ്തപ്പോൾ കണ്ടോ, 3 പീസാണ് മൊത്തത്തിൽ വരുന്നത് ഫ്രണ്ട് പീസിൽ. ഇത് പരസ്പരം ജോയിൻ ചെയ്യിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് ജോയിൻറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം വലിച്ച് അതിന് നല്ല പ്രഷർ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം എടുക്കുമ്പോൾ അവിടെ നല്ല ചുളിവുകൾ വരാൻ ചാൻസ് ഉണ്ട്. സോ അത് ശ്രദ്ധിച്ചിട്ട് നല്ല വൃത്തിയിൽ അധികം വലിക്കാതെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർഫെക്ഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ അത്രയും പെർഫെക്ഷനൊന്നും എൻ്റെ കയ്യിൽ വന്നിട്ടില്ലെങ്കിലും അത്യാവശ്യം കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതെനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ, അപ്പോൾ പിന്നെ എന്തും ചെയ്യാം. പിന്നെ ഇനി നമ്മളുടെ ബാക്ക് പീസിൻ്റെ ഹുക്സ് വെക്കേണ്ട സ്ഥലമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ മടക്കി അടിക്കുക. ഞാൻ ചെയ്യുന്നത് നോക്കണ്ട, 2 തവണ മടക്കണം. കാരണം എനിക്ക് തുണിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. സോ അത് നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ വീഡിയോ കാണുന്നവരോടുള്ള ഒരു ജസ്റ്റ് ഒരു പറയുകയാണ്, വീഡിയോ കാണുമ്പോൾ അധികവും നല്ല ഗുഡ് ക്വാളിറ്റി, അതായത് അഡ്വാൻസ്ഡിൽ ചെന്നിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഒന്നാമത് എൻ്റെ കയ്യിൽ ഐഫോണൊന്നുമില്ല. സോ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ വീഡിയോയ്ക്ക് ഉണ്ടാവും. ഇനി നമ്മളുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ജോയിൻ ചെയ്യാൻ പോവുകയാണ് നമ്മൾ. കണ്ടോ, ഇതിൽ ഒന്നും പ്രത്യേകിച്ച് ലൈനിങ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും പേടിക്കാനില്ല. വെറുതെ ഈ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. ഞാൻ ആകെ 3 ഇഞ്ചാണ് കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഷോൾഡർ തന്നെ. ഇനി അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു 2 ഇഞ്ചായിട്ട് മാറും. അത്രേ അവൾക്ക് ആവശ്യമുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ കുറേ ക്രോസ് കട്ടിങ്സ് സ്റ്റിച്ച് ചെയ്യുക. അതായത് ക്രോസിൽ തുണിയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ മുറിച്ചിട്ട് അത് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇത് നെക്കിനും ആം ഹോളിനും വേണ്ടിയിട്ടാണ്. അതിന് മുന്നേ ഒരു കാര്യമുണ്ട്. ടാങ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുറേ വള്ളികൾ, മീൻസ് കുറേ ഒന്നും വേണ്ട കേട്ടോ, 2 എണ്ണം മതി. അതെന്തിനാന്ന് വെച്ചാൽ ബേക്കിൽ ഇങ്ങനെ നെക്കിന് കുറച്ച് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ്. തീരെ മെലിഞ്ഞുണങ്ങിയ വള്ളികൾ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക, അതാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. എന്നിട്ട് ആ വള്ളികൾ നമ്മളുടെ നെക്കിൻ്റെ ഉൾഭാഗത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2-3 തവണ അതിങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഫ്രണ്ടിലെ ഉൾഭാഗത്തേക്കായിട്ട് 2 സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ക്രോസ് കട്ടിങ്സ് ഉണ്ടല്ലോ, അത് ഈ നെക്കിലേക്ക് വെച്ച് ഇങ്ങനെ നെക്ക് ഫുള്ള് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ വീഡിയോ എന്നൊക്കെ പറയുന്നത്, സോറി, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇത് ഉള്ളിലേക്കാക്കി മടക്കി ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് ശേഷം നമുക്ക് വേണമെങ്കിൽ തുന്നാം കേട്ടോ. പക്ഷേ എനിക്ക് ഹെമ്മിങ് മടിയാണ്, അത് കാരണം ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്താൽ വൃത്തിയാവുന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, ഞാനിങ്ങനെ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കേണ്ടതായിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പിലും അയൺ ചെയ്യണമെന്ന് പറയുമെങ്കിലും ഞാൻ അയൺ ചെയ്യുന്നതില്ല, മടിയാണ് സാറേ മെയിൻ. അതിനുശേഷം നമ്മൾക്ക് ആം ഹോളും ഇപ്പം നെക്കിൽ ചെയ്തെടുത്ത പോലെ തന്നെ ഒരു ക്രോസ് കട്ടിങ്സ് ഇട്ടിട്ട് മറിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൂടി ചെയ്ത് പിന്നെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മീൻസ് വീഡിയോ ആകെ ഒരു കൊളായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ ഞാൻ തന്നെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, സോറി. ഇനി ഇതാണ് നമ്മളുടെ ആം ഹോളും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്കും ആം ഹോളും ഇങ്ങനെ നമ്മൾ ക്രോസ് കട്ടിങ്സ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു
ലുക്ക് വന്നിട്ടുള്ളത്. അതായത് ഫ്രണ്ടിൽ ഇനി നമ്മൾക്ക് രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്യിപ്പിക്കാനുള്ളൂ. ഫ്രണ്ട് എന്നല്ല, മൊത്തത്തിൽ രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്യിപ്പിച്ചാൽ ഇനി അധികം പണികളൊന്നുമില്ല. പിന്നെ ഇതിനു മുന്നേ തന്നെ നമ്മൾ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് സൈഡ് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള ഇത് കാണാം. കണ്ടോ? ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾക്ക് അതിലാകെ ചെയ്യാനുള്ളത് ഹുക്സ് വെക്കുക എന്നുള്ളതാണ്. ഹുക്സ് വെക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വള്ളിയുടെ അറ്റത്ത് നമ്മൾ പൂ പോലെ എന്തെങ്കിലും ഡിസൈനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ എൻ്റെ സിസ്റ്ററിനെ കൊണ്ട് ഇടിയിപ്പിച്ചിട്ടുള്ള വീഡിയോ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് അവസാനം വരെ കാണാം. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് പ്രിൻസസ് കട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മുന്നത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ബയോ അല്ല സോറി ഇൻസ്റ്റയാണെന്ന് വിചാരിച്ചു പോയി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും പോയി നോക്കുക, ചെക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ പ്രിൻസസ് കട്ടിൻ്റെ ഡീറ്റെയിലിങ്സ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സൂക്ഷ്മമായിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ഈ തുണി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല പ്രിൻസസ് കട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നതെന്നൊന്നും. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള വൃത്തി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾക്ക് അവൾ ഇട്ടിട്ടുള്ള ഇതിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് കണ്ടോ, നെക്കൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടി വന്നിട്ടുണ്ട്. പിന്നെ പ്രിൻസസ് കട്ട് ഇങ്ങനെയുള്ളൊരു പ്രിൻറ്റഡ് മെറ്റീരിയൽ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര പ്രൊജക്റ്റ് ചെയ്ത് കാണാനില്ല. പക്ഷേ കൊള്ളാം, അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു, അത് പറയണമല്ലോ. പിന്നെ ഇതൊരു പട്ടുപാവാടയ്ക്കാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ബാക്ക് നെക്ക് വന്നിട്ട് കുറച്ച് വൈഡാണ്. പക്ഷെ നമ്മൾ ആ വള്ളി വെച്ചതുകൊണ്ട് അത് നല്ല അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.